ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അതാ നമ്മുടെ ചേമ്പ് വെച്ചിട്ടൊരു അടിപൊളി ചേമ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ചേമ്പ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചേമ്പാട്ടോ. വ്യത്യസ്തമല്ല, സാധാരണ ചേമ്പല്ല, നാടൻ ചേമ്പല്ല, ഒരു ചെറിയ ചെറിയ ചേമ്പ് കിഴങ്ങില്ലേ, ആ ചേമ്പാട്ടോ. അപ്പോൾ ഇതിനൊരു ചെറിയ ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം പുളി ഇട്ടിട്ടാട്ടോ ഈ ചേമ്പ് വേവിക്കുന്നത്. നല്ല കൊഴുപ്പുമാണ് ഈ ചേമ്പിന്. അപ്പം ചേമ്പൊക്കെ കഴുകിയെടുത്ത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളം ഒഴിച്ച് ഒരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് അടുപ്പയിൽ വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പം ഭയങ്കര കൊഴുപ്പായതുകൊണ്ട് തന്നെ കൊഴുപ്പും ഇത് ചെത്തിയപ്പം കൈ ചെറുതായിട്ട് ചൊറിയുകയും കൂടി ചെയ്തപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേമ്പിനകത്ത് ഈ പുളി ഇട്ടത്. അപ്പോൾ കുടംപുളി ഇട്ട് കഴിയുമ്പോൾ ചൊറിച്ചിലുണ്ടാകത്തില്ല. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര കൊഴുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളം ഒന്നും കൂടെ വെച്ചു കേട്ടോ. ഒന്നും കൂടെ വെച്ച് നന്നായിട്ട് തിളച്ചു. അപ്പോൾ ചേമ്പൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഒരു 2-3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വേകും. പിന്നെ ഈ ചേമ്പിനൊരു പ്രത്യേകത, പെട്ടെന്ന് വേകും. അപ്പം കുക്കറിലിടേണ്ട ആവശ്യമില്ല. പിന്നെ ചേമ്പ് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേമ്പിനകത്ത് വെള്ളമൊക്കെ പറ്റി ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേമ്പിനകത്ത് പുളി ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെത്തിയപ്പോൾ എനിക്ക് കൈ ചൊറിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ചേമ്പിനകത്ത് ഞാൻ പുളി ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉള്ളപ്പം നമ്മുടെ നാക്കൊക്കെ ചിലപ്പോൾ തരുതരുക്കൂല. അപ്പം അതൊന്നും ഇല്ലാതെ വരും ഇങ്ങനെ പുളി ഇട്ട് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് പുളി ഇട്ടത്. ചേമ്പൊക്കെ ഞാൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. വെന്ത ചേമ്പൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തേ. പിന്നെ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കണേ. നമുക്ക് ആരും ലൈക്ക് തരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം ആരും ലൈക്ക് തരാത്തതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ. അപ്പോൾ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി. ആദ്യം ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇപ്പോഴാട്ടോ മഞ്ഞപ്പൊടി ഇട്ടത്. മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് ഒത്തിരി നേരം നമ്മൾ തിളപ്പിക്കത്തില്ല കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ചാൽ ഇത് നന്നായിട്ടിരുന്ന് കുറുകിക്കോളും. നല്ല കൊഴുപ്പല്ലേ, അപ്പം ഇരുന്ന് കുറുകിക്കോളും. പിന്നെ ഞാൻ മിക്സി കഴുകി ആവശ്യത്തിന് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേമ്പ് കറിയൊക്കെ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ രീതിയിൽ വെച്ച് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ചാറുണ്ട്. അധികം ചാറുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് വറ്റിപ്പൊക്കോളും, ഇരുന്ന് കുറുകിക്കോളും, ചാറിരുന്ന് കുറുകും. അപ്പോൾ ചാറൊക്കെ ആക്കി ആ സമയത്ത് ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം, കടുക് താളിക്കാം. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ചാറുണ്ട്. അപ്പം കറി അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന നേരത്ത് ഞാൻ കടുക് താളിക്കുവാണ്. അപ്പോൾ കടുക് താളിക്കുന്നത് ചെറിയ ഉള്ളിയും 2 വറ്റമുളകും കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സവോള ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കടുക് താളിക്കാൻ. അപ്പം കടുക് ഇട്ട് നമുക്ക് കടുക് താളിക്കാം. അപ്പോഴേക്കും കറി തിളച്ച് വന്നത് ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ, അപ്പുറത്ത് അടുപ്പിലിരിക്കുന്നത്. പിന്നെ വറ്റമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും ഉള്ളിയും വറ്റമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ശകലം മുളക് പൊടി, ഒരു സ്പൂണില്ല, ഒരു അര സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ മുളക് പൊടി മൂപ്പിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിക്കകത്തേക്ക്, നമ്മുടെ ചേമ്പ് കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതൊരു നാടൻ കറിയാട്ടോ, പഴയ ആൾക്കാരല്ല, ഒരു പഴയ കറിയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക് യു.